എല്ലാവർക്കും PHP ബേസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ലാറവലിൻ്റെ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് കമൻസ് വല്ലാണ്ട് വന്നു. അതായത് വാട്സപ്പിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. PHPൻ്റെ ബേസിക്സ് PHP അറിയാത്ത കുറേ ആൾക്കാരാണ്. അപ്പോൾ PHPൻ്റെ കുറച്ച് ക്ലാസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ലാറവലിൻ്റെ മെല്ലെ ഒന്ന് സൈഡാക്കി വെച്ചതിന് ശേഷം എന്താക്കുന്നു, നമ്മൾ PHP സ്റ്റാർട്ട് ചെയ്യുകയാണ് കുറച്ച് ദിവസത്തിന്. അപ്പം ലാറവലിനെ മാറ്റി വെക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ പ്ലേലിസ്റ്റിൽ കറക്റ്റായിട്ട് ഒരു ദിവസം 2 ദിവസം കൂടുന്ന സമയത്ത് കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം നോക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താക്കാം, PHPൻ്റെയും കൂടി ബേസിക്സ് അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് വരാം. PHP പഠിച്ച് കഴിഞ്ഞാൽ ലാറവലിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റീനെ ഒന്ന് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും PHPയും കൂടി നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇത് ബിഗിനർ ലെവലിൽ നമ്മൾ ലാറവലിൽ ചെയ്ത പോലെ തന്നെ ബിഗിനർ ലെവലിൽ തുടങ്ങി ഇന്റർമീഡിയറ്റ് ലെവലിലും അതുപോലെ അഡ്വാൻസ് ലെവലിലേക്കും 3 സ്ഥലത്തേക്കും എത്തുന്ന തരത്തിലേക്കുള്ള പ്ലേലിസ്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ലാറവലിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കുഴപ്പമില്ലാണ്ട് കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് PHPയും കൂടി അതുപോലെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് നമുക്ക് എന്താക്കാം, PHP എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്നും എങ്ങനെയാണെന്നും അതിലേക്ക് നമുക്ക് പഠിക്കാനും നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഈ കോഴ്സ് ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾ കാണുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ, അതായത് HTML, CSS, JavaScript 3 ലാംഗ്വേജസിൻ്റെ ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പിന്നെ HTML പഠിപ്പിക്കാതിരുന്നിട്ടുണ്ടെങ്കിലും CSSും JavaScriptഉം പഠിപ്പിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് സമയം തികയില്ല, നിങ്ങൾക്ക് സമയം തികയില്ല. സോ അതുകൊണ്ട് എന്താക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് W3 സ്കൂളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്, അല്ലെങ്കിൽ സൈറ്റ് ട്യൂട്ടോറിയൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വെബ്സൈറ്റ് ഉണ്ടല്ലോ, യൂട്യൂബിൽ തന്നെ ഉണ്ടാവും കുറേ വീഡിയോസും കാര്യങ്ങളും HTML, CSSും കാര്യങ്ങളും എന്താണെന്നുള്ളത്. സോ ആ HTML, CSS, JavaScript ഈ 3 ലാംഗ്വേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ബേസിക്കും കാര്യങ്ങളും, HTML കുറച്ച് ടാഗ്സ്, CSS കുറച്ച് CSS പ്രോപ്പർട്ടീസും റൂൾസും കാര്യങ്ങളൊക്കെ എങ്ങനെ സ്റ്റൈൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും, ജാവാസ്ക്രിപ്റ്റിൽ അധികം ഒന്നും പഠിക്കേണ്ട. ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ജാവാസ്ക്രിപ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ട് വേണം ജേക്വറിൻ്റെ ഒരു പ്ലഗിന് ജേക്വറി എടുത്തിട്ട് ജേക്വറിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, വാലിഡേഷൻ മാത്രം പഠിച്ചു, വാലിഡേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ സെർവർ സൈഡ് ലാംഗ്വേജ്, അതായത് വെബ് ഡെവലപ്പർമാരാവാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും വെബ് ഡിസൈനർമാരാവാൻ വേണ്ടിയിട്ടല്ല. ഞാനൊരു വെബ് ഡെവലപ്പറാണ്. സോ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് കൂടുതലായിട്ടും, അതായത് HTML, CSS, JavaScript എന്നതിലേക്ക് കൂടുതലായിട്ടും ഒരു തരത്തിലും നോക്കൂല. കംപ്ലീറ്റ്ലി ബാക്ക് എൻഡിലേക്കായിരിക്കും. അതായത് PHP, MySQL അങ്ങനത്തെ ബാക്ക് എൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും വരിക. ഓക്കെ, സോ അതുകൊണ്ട് വെബ് ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ അങ്ങ് കണ്ടു തീർത്ത് കഴിഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ താനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയയും കാര്യങ്ങളും എല്ലാം കിട്ടും. സോ നമ്മൾ PHP തുടങ്ങാൻ പോകണം. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ 3 ലാംഗ്വേജ് പഠിച്ചിട്ടില്ല, അതില്ലെങ്കിൽ അറിയൂല എന്നുണ്ടെങ്കിൽ ദയവ് ഇത് കാണാൻ നിൽക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും മനസ്സിലാവാനില്ല. ഓക്കെ, സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നാൽ മതി. ഒരൊറ്റ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാവുന്നുള്ള HTML, CSS, JavaScript എന്താണെന്നുള്ളത്. സോ അതിൻ്റെ ബേസിക് ഒന്ന് അറിഞ്ഞ് കിട്ടിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്തു പോവാം. ഓക്കെ, സോ അപ്പോൾ ഇത് പഠിച്ചിട്ട് വരിക, ഈ 3 ലാംഗ്വേജസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്താ PHP എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. വാട്ട് ഈസ് PHP? എന്താണ് PHP എന്ന് പറയുന്നത്? PHP ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ഡെവലപ്പ് വെബ് ആപ്ലിക്കേഷൻസ്. വെബ് ലെവലിലുള്ള ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, പിന്നെ ഒപ്പേര അങ്ങനത്തെ കുറേ ബ്രൗസറിൽ റൺ ചെയ്യുന്ന, വെബ് ബ്രൗസറിൽ റൺ ചെയ്യുന്നതിനാണ് വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ വെബ് ആപ്ലിക്കേഷൻസ് വെബ് ബ്രൗസറിൽ ലോഡ് ചെയ്ത് നമ്മൾ റൺ ചെയ്യുന്നതിനെ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് വെബ് ആപ്ലിക്കേഷൻസ്. അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെർവർ സൈഡ് ലാംഗ്വേജ്, അതായത് ബാക്ക് എൻഡ് ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെന്താ, HTML, CSS, JavaScript, അതായത് വാട്ട് ഈസ് യൂസർ സി, യൂസർ എന്താണോ കാണുന്നത് അതാണ് ഫ്രണ്ട് എൻഡ്. നമ്മൾ ബാക്ക് എൻഡിൻ്റെ അകത്ത്
യൂസറിന് കാണാൻ പറ്റില്ല എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടി കാര്യങ്ങളെന്നില്ല. സോ ആ ബാക്ക് എൻഡിൽ ഡാറ്റാബേസ് ഉണ്ടാവും, ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളുണ്ടാവും, അതൊക്കെ PHP വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ബാക്ക് എൻഡ്. സോ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡ് എന്താണെന്ന് അറിയണേ. അതും പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ മുന്നത്തെ പോയിന്റിൽ എഴുതാൻ മറന്നു. ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്താണ്? ഫ്രണ്ട് എൻഡ് HTML CSS JavaScript ബ്രൗസറിൽ ലോഡാകുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ബ്രൗസറിലാണ് അവസാനം എക്സിക്യൂട്ട് ചെയ്യുക ഈ 3 ലാംഗ്വേജസും. പക്ഷേ PHP എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ്, PHP എക്സിക്യൂട്ടഡ് ഇൻ സെർവർ നോട്ട് ഇൻ ദ ബ്രൗസർ. ബ്രൗസറിലല്ല, അതായത് ഫ്രണ്ട് എൻഡ് ലാംഗ്വേജിനെ പോലെ ബ്രൗസറിൽ ഒരിക്കലും ലോഡ് ചെയ്യത്തില്ല. ഐ മീൻ അത് സെർവറിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് എൻഡിന്റെ കോഡായിട്ട് ഇങ്ങോട്ടേക്ക് റെൻഡർ ആയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. അതായത് PHP ആയിരിക്കും സെർവറിൽ റൺ ചെയ്യും, അവിടുന്ന് HTML കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫ്രണ്ട് എൻഡിൽ കാണിച്ചു തരും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത് വലിയ സംഭവം വിചാരിക്കാൻ നിൽക്കല്ലേ, അതൊന്നാമത്തെ കാര്യം. പിന്നെ റൈറ്റ് ടു ചൂസ് ഫോർ ബെറ്റർ കരിയർ. നിങ്ങൾ ഇപ്പോൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാൻ പറ്റും. ഇത് ചൂസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല കേട്ടോ, പ്രത്യേകം പറയാം. പഠിക്കും കൂടി വേണേ, പഠിക്കേണ്ടല്ലാണ്ട് ഒന്നും നടക്കൂല. ഓക്കെ, സോ അതുകൂടെ കാര്യം. നാലാമത്തെ പോയിന്റ്, ജോബ് ഓപ്പണിങ്സ് ആർ ഹൈ കമ്പയർഡ് ടു അതർ ലാംഗ്വേജസ്. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോൾ അറൗണ്ട് 9 വർഷത്തോളമായി ഈ PHP ലാംഗ്വേജ് ഡെവലപ്മെന്റ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ സ്റ്റാർട്ടിങ് മുതലേ PHP തന്നെയാണ്. ഞാൻ കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ട് PHP വേണം പഠിച്ചത്. അതിനുശേഷം എല്ലാ ലെവലിലേക്ക് ഇതുവരെ ലാംഗ്വേജ് PHP എന്ന് പറയുന്ന ഒരു സാധനത്തിന് എനിക്ക് ഒഴിവാക്കേണ്ട ഒരു കേസ് എന്തെങ്കിലും ഫ്രണ്ട് എൻഡിലേക്ക്, അതായത് ആംഗുലർ ഉണ്ട്, മറ്റേതുണ്ട്, ഫ്ലട്ടർ ഉണ്ട്, ഇങ്ങനത്തെ കുറേ ലാംഗ്വേജ്, പൈത്തൺ ഉണ്ട്, അങ്ങനത്തെ പല ലാംഗ്വേജസും കാര്യങ്ങളും ഉണ്ട്. ഇതിലേക്ക് മാറണം എന്ന് എനിക്ക് ഇന്നേ വരെ തോന്നേണ്ട ഒരു ആവശ്യം വന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ജോബ് ഓപ്പണിംഗ്, ഇപ്പോൾ ഒരു കമ്പനി മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇഷ്ടംപോലെ ജോബ് ഓപ്പണിങ്സ്. വേറെ ഒരു ജോബിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. PHPൻ്റെ ഓപ്പണിങ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് സൈബർപാക്കിലാണ്. സൈബർപാക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ജോബ് ഓപ്പണിങ്സിൻ്റെ ഇതിൻ്റെ അകത്ത്. അതായത് കോഴിക്കോട് എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത് വരെ ജോബ് ഓപ്പണിങ്സിന് വേണ്ടിയിട്ട് ഇത്രയും ആ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നതും കൂടുതലും PHP ഡെവലപ്പേഴ്സിന് വേണം എന്നുള്ളതായിരിക്കും. അത് ഞാൻ ഉറപ്പായിരുന്നു. എന്താ വെച്ചാൽ ഡെയിലി കാണുന്നതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സോ അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് അത്രയും ജോബ് ഓപ്പണിങ്സ് ഉള്ളത് കൊണ്ടും അത്രയും പെട്ടെന്ന് നമുക്ക് ജോബ് കിട്ടാൻ എളുപ്പമായിരിക്കും. ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും PHP എന്ന് പറയുന്നത്. സോ അതുപോലെ വൈഡ് യൂസ്ഡ് ഓപ്പൺ സോഴ്സ് ലാംഗ്വേജുമാണ് PHP എന്ന് പറയുന്നത്. ലോകത്ത് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഫേസ്ബുക്ക് പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് പണ്ടങ്ങനെ കേട്ടാണ് ഫേസ്ബുക്ക് PHPയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതേപോലെ ബ്ലോഗിങ്ങിന് ഉള്ള നമ്പർ 1 സാധനമാണ് നമ്മളെ വേർഡ് പ്രസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേർഡ് പ്രസ് ഒക്കെ റൺ ചെയ്യുന്ന കംപ്ലീറ്റ്ലി PHPൻ്റെ അകത്താണ്. സോ അതുപോലെ വൈഡ്ലി യൂസ്ഡ് ആണ് PHP എന്ന് പറയുന്ന ലാംഗ്വേജ്. അതുകൊണ്ട് അത്രത്തോളം അത് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലാണെന്നുണ്ടെങ്കിലും PHP എന്ന് പറയുന്ന ലാംഗ്വേജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ, സോ അതുപോലെ അത് ഫ്രീ ആണ്. അതിന് ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട, ഓപ്പൺ സോഴ്സും ആണ്. ഓക്കെ, സോ ഇത്രയാണ് PHP എന്ന് പറയുന്നതിനുള്ളത്. അതായത് PHP എന്ന് പറയുന്ന ലാംഗ്വേജ് വലിയ കോംപ്ലിക്കേറ്റ് ആയ സാധനം ഒന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് സെർവർ സൈഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ആരുടെ PHP എന്താണെന്ന് വെച്ചാൽ സെർവർ സൈഡ് ലാംഗ്വേജ് ആണ്. അത് വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാ നമുക്ക് ബാക്കി നെക്സ്റ്റ് എന്താ നോക്കാം. ഇതാ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കിയത്. റാസ്മസ് ലെർഡോഫ് എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇയാള് ഫസ്റ്റ് റിലീസ് ജൂൺ 8, 1995. ഇപ്പം എത്ര കൊല്ലായി? 10-28 കൊല്ലായില്ലേ? 10-28 കൊല്ലായി. ഈ 10-28 കൊല്ലമായിട്ടും 26 എത്ര കൊല്ലായി? ആ കൊല്ലത്തിൽ ആയിട്ടും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അന്ന് മുതൽ ഇറക്കിയ മുതൽ ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാണ്ട് സാധനം നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്ര അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അപ്ഡേറ്റും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുമോ. ജൂൺ 8 വേർഷൻ 1 ഇറക്കിയത് ഇന്നത്തെ സ്റ്റേബിൾ റിലീസായ 8.1 വരെ എത്തിയിട്ടുണ്ട്. അതായത് ഈ 23 കൊല്ലം കൊണ്ട് 24 കൊല്ലം കൊണ്ട് തന്നെ 8.1 എന്ന് പറയുന്ന ഒരു വേർഷനിലേക്ക് ആളെത്തി. അതിനനുസരിച്ച് ടെക്നോളജി ലെവലിൽ മുന്നോട്ട് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ആ വേർഷനെ, ആ ലാംഗ്വേജിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓരോ വേർഷൻ വരുമ്പോഴും അതിൻ്റെതായ പുതിയ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും, അത് ടെക്നിക്കൽ ലെവലിൽ എന്തൊക്കെയാണ്, പഴയ സാധനങ്ങൾ വേണ്ടാത്ത എന്തെങ്കിലും വർക്ക് ചെയ്യാത്ത പറ്റാത്ത കാര്യങ്ങൾ എടുത്തിട്ട് മിസ്റ്റേക്ക് പറ്റിയ സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് അതിലേക്ക് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ആഡ് ചെയ്ത് ഈ ലാംഗ്വേജിനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചങ്ങായിയാണ് ഇയാൾ. ഓക്കെ, സോ ഇയാൾ ജസ്റ്റ് ഇന്റർവ്യൂവിനൊന്നും ചോദിക്കത്തില്ല. എനിക്ക് ഒരു ഇങ്ങനെ പേരറിയാൻ പാടില്ല, സത്യം പറയാലോ. ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നതിനെന്താ, ഈ വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. എന്നോട് ഇന്നവരെ ഇന്റർവ്യൂവിൽ ആരും ചോദിച്ചിട്ടില്ല ആരാണ് PHP കണ്ടുപിടിച്ചതെന്നോ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് വിക്കിപീഡിയ സെർച്ച് ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. സോ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കുന്നതിന് വേറെ കാര്യങ്ങളൊന്നും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പഠിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോയിട്ട് നോക്കുന്നു. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിരുന്നത് കാണാപ്പുറം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിരുന്നു എന്ന് മാത്രം. സോ ദെൻ അടുത്തത് എന്താ,
എന്താണ് PHPന്റെ ഫുൾ ഫോം? PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. പഠിച്ചു വെച്ചോ, ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് PHPന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നോക്കിക്കണ്ടല്ലോ, നേരെ അതങ്ങ് പഠിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടല്ലേ. സോ അതേപോലെ നെക്സ്റ്റ്, എന്തിനാണ് PHP? വൈ PHP? ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റൺസ് ഇൻ വേരിയസ് പ്ലാറ്റ്ഫോം. എല്ലാ പ്ലാറ്റ്ഫോമിലും, വേരിയസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആയി. ഞാൻ യൂസ് ചെയ്യാത്ത പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ അതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വിൻഡോസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ലിനക്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്, മാക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 3 സ്ഥലത്തും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള PHP സപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതേവരെ എനിക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ കമ്പാറ്റബിൾ വിത്ത് ഓൾമോസ്റ്റ് ഓൾ സെർവേഴ്സ്, അതായത് വെബ് സർവീസ്, വെബ് സെർവറിൽ വെച്ചിട്ടുള്ള എല്ലാത്തിനും സപ്പോർട്ട് ആയിരിക്കും. അതായത് അപ്പാഷെയാണ് പോപ്പുലർലി യൂസ് ചെയ്യുന്നത്. അപ്പാഷെ എൻജിനെക്സ് ആണ് പോപ്പുലർലി യൂസ് ചെയ്യുന്നത്. IIS വിൻഡോസിന്റെ സാധനമാണ്. സോ പക്ഷേ അപ്പാഷെയും എൻജിനെക്സും വെച്ചിട്ടായിരിക്കും കൂടുതലായിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ ഈ 3 ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കമ്പാറ്റബിൾ ആണത്. അതിന് യാതൊരു പ്രശ്നമില്ല. സോ നമ്മളിപ്പോൾ ഒരു വെബ് സെർവർ അപ്പാഷെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് PHP ഇൻസ്റ്റാൾ ചെയ്യാൻ സിമ്പിളാണ്, പരിപാടി വേഗം കഴിഞ്ഞ് കിട്ടും. സോ ആ ലെവലിൽ നമുക്ക് അത്ര എളുപ്പത്തിൽ ഈ സാധനത്തിന് ചെയ്യാനും പറ്റും. ദെൻ അടുത്തത് സപ്പോർട്ട്സ് വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റാബേസസ്. പല തരത്തിലുണ്ട്. MySQL ഉണ്ട്, MongoDB ഉണ്ട്, പിന്നെന്തുവാ PostgreSQL ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. പിന്നെന്താ MySQL LI എന്നോ അല്ല എന്താ മൈക്രോസോഫ്റ്റിന് എന്തോ ഒരു സംഭവം ഉണ്ട്, MySQL I എന്നോ അങ്ങനെ തോന്നുന്നു പറഞ്ഞിട്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല പേര്. അപ്പോൾ അതും ഉണ്ട്. ഇതിനെല്ലാത്തിനും സപ്പോർട്ട്, ഏത് ഡാറ്റാബേസിലേക്ക് വേണമെങ്കിലും ഈ PHP വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഡാറ്റാബേസിനെ പറ്റി അറിയാത്ത ആൾക്കാർ ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയേണ്ട, നമ്മളെ കോഴ്സ് കണ്ടിന്യൂസ്ലി കണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് താനെ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോളും. ദെൻ 4ാമത്തെ പോയിന്റ്, ഏറ്റവും ഞാൻ ചുമപ്പിലൊക്കെ വലിയതായിട്ട് എഴുതിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചതെന്ന് വെച്ചാൽ ഈസി ടു ലേൺ. പഠിക്കാൻ വളരെ എളുപ്പമാണ്, ഭയങ്കര സാധനമാണ്. ഒന്നും നിങ്ങൾ വെച്ച് പേടിച്ച് മനസ്സിൽ വെച്ചിട്ട് ഒന്നും എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. ഒന്നുമില്ല, ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ള ലെവലിൽ മാത്രം ബാക്കിയുള്ള വീഡിയോസ് ഇനി കണ്ടുപോവുക. എന്ന് വെച്ചാൽ അത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും. അത് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. സോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം. പിന്നെ അതുപോലെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് കാര്യമില്ല, ഇതിനോടൊരു പാഷൻ എന്ന് പറയുന്ന സാധനം കൂടി വേണം. അതില്ലാണ്ട് നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പണ്ട് കോളേജിൽ നിന്നൊക്കെ ആൾക്കാർ പറയുന്നു ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, വിവരം കൂടി വേണമെന്നുണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഫുള്ള് ഇരുന്നിട്ട് വായിച്ച് ഫുള്ള് പഠിച്ച് എസ് മാർക്കും വാങ്ങി എല്ലാം കഴിഞ്ഞിട്ട് പാസ്സായി പോയിട്ടൊന്നും കാര്യമില്ല. വിവരം ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു കാര്യമില്ല. സോ അതുകൊണ്ട് നിങ്ങളിത് കാണാപ്പാടം പഠിച്ചിരുന്നിട്ട് എന്ത് വേണമെങ്കിലും കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവർ പൊയ്ക്കോ മോളെന്ന് പറഞ്ഞിട്ട് വല്ല പൊയ്ക്കോ മോളെന്ന് പറഞ്ഞിട്ട് വിടുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്, എൻ്റെ ക്ലാസ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ, ആ 15 മിനിറ്റ് ഒന്ന് കണ്ടു തീർക്കുക, എന്നിട്ട് അതിനുശേഷം പോയിട്ട് അടുത്ത ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിനോട് പാഷൻ ഉണ്ടായി നല്ലപോലെ ഇത് വെച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ പാഷൻ ഇല്ലാണ്ട് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഇറങ്ങി പോവുക. ഈ വീഡിയോ ഇതേപോലെ തന്നെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവുക. അതിനല്ലാണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയർ ലാംഗ്വേജസ് പഠിക്കാൻ വേണ്ടിയിട്ട് വരരുത്. ബിക്കോസ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് കീബോർഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം വരെ നിങ്ങൾക്ക് വന്നു തരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഒരു ഔട്ട്പുട്ടോ കാര്യങ്ങളോ കിട്ടാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഗൂഗിളിൽ തിരഞ്ഞിട്ട് കിട്ടാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷനും അതേപോലെ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ അതിനൊക്കെ സഹിച്ചിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. പക്ഷെ വൺസ് ഒന്ന് നല്ലപോലെ ഒന്ന് പഠിച്ച് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലത്തോളം, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഒരു 2-3 കൊല്ലത്തോളം നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും. ഈ വൈക്കിൽ കൂടെ വരുന്ന ആൾക്കാരാണ്, ഞാനിപ്പോൾ ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു അഡ്വൈസ് എന്നുള്ള ലെവലിൽ ഞാൻ പറയുകയാണ്. നിങ്ങളിപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ PHP ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി ഒരു കമ്പനിയിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം തൊട്ട് സാലറി കിട്ടും എന്നുള്ളത് മാക്സിമം പോയാൽ, ഞാൻ കോഴിക്കോട് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാം, മാക്സിമം പോയി ഒരു 12,000 റുപ്പീസ് നിങ്ങൾ മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. 12,000 റുപ്പീസ് മന്ത്ലി സാലറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ കമ്പനി ഒരു കൊല്ലം കഴിയുമ്പോൾ അതിനനുസരിച്ച് ഹൈക്കും കാര്യങ്ങളുണ്ടോ, അത് കഴിഞ്ഞ് ചിലപ്പോൾ അത് 12,000 ഒരു കൊല്ലം കഴിയുമ്പോൾ 20,000 ആവും. പിന്നെ അത് കൊല്ലുമ്പോൾ അടുത്ത കൊല്ലം ആകുമ്പോൾ ഇത്രയാവും, ഒരു 10% കൂടി കൂട്ടി കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് കൂടും. അങ്ങനെ കൂടി മാക്സിമം ഒരു 3-3.5 കൊല്ലത്തോളം കഴിയുമ്പോഴേക്കായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഒരു വെബ് ആപ്ലിക്കേഷൻ റൺ ആകുന്നതെന്നും എങ്ങനെയാണ് അത് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിന് കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടണം. അതും
കംപ്ലീറ്റ്ലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, എൻ്റെ ഒപ്പം പണ്ട് വർക്ക് ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് വർക്ക് ചെയ്യുന്ന ആൾ ആ സമയത്ത് ഇപ്പോഴും വിളിച്ചിട്ട് പല തരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കും. ഓക്കെ, സോ ആ ലെവലിലേക്ക് വരുന്ന സമയത്ത് അവർക്കും ഇപ്പോഴും ഒരു തരത്തിലും ആ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരും ഇപ്പോഴും എൻ്റെ ഒപ്പം. സോ അവരും ഇപ്പം നമ്മളിരിക്കുന്ന ലെവലും അവരിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നല്ലപോലെ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ അത് ആളത്ര പാഷനേറ്റഡ് ആകത്തോണ്ടായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ പാഷനേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വഴിക്ക് വരണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത് ചെയ്യണം, അത് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യണം, നല്ലൊരു IT ഫീൽഡിൽ സോഫ്റ്റ്വെയർ ഫീൽഡിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൾക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നേരെ ഇങ്ങോട്ടേക്ക് പോരും. ഇത് ചെയ്ത് നല്ലപോലെ പറയുന്നത് കറക്റ്റ് അങ്ങോട്ട് കേട്ട് ചെയ്തങ്ങ് പോയാൽ, ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാപ്പ് എന്നൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ട് അതൊന്ന് ചെയ്ത് നോക്കി നോക്കുക. ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, ഇതുപോലെ ടൈപ്പ് ചെയ്തുണ്ടാക്കാനെന്നല്ല പറയുന്നത്. ജസ്റ്റ് നമുക്ക് സെഷൻസ് വരുന്ന സമയത്ത് അതൊക്കെ ചെയ്ത് നോക്കി കറക്റ്റായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇത് PHP വീഡിയോസ് കാണുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കി. അങ്ങനെ ലാറവലിൻ്റെ 2 പ്ലേലിസ്റ്റ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇന്ന് വരെ 2 പ്ലേലിസ്റ്റ് ഓൾറെഡി ലാറവലിൻ്റെ ബിഗിനറും ഇൻ്റർമീഡിയറ്റും ഒരു 10 വീഡിയോസ് വെച്ചിട്ടുള്ള ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാണ്. എന്നിട്ടാണ് ഞാൻ PHP സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ PHPൻ്റെ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ആ ലാറവലും സ്റ്റാർട്ട് ചെയ്ത് ലാറവലും ഒരുവിധം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും ജോലി കിട്ടുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിത് ഫുള്ള് കാണും. ഞാൻ ആദ്യം പറഞ്ഞത് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, വിവരം കൂടി ഉണ്ടാവണം. നിങ്ങളിത് കാണാപ്പാടം പഠിച്ചു പോയിട്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് കാണാപ്പാടം പോയി പഠിച്ചു പോയിട്ട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മുകളിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു തരത്തിൽ ഞാൻ ജോലി കിട്ടും എന്നുള്ള തരത്തിൽ ഗ്യാരണ്ടി ഞാൻ ഒരിക്കലും ഒരാൾക്കും ഞാൻ തരുന്നില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ ആരോടായാലും എങ്ങനെയായാലും എന്ത് പൈസ വാങ്ങിയിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഒരു തരത്തിൽ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ നല്ലപോലെ താല്പര്യത്തോടെ നിങ്ങൾ വരുന്ന ആൾക്കാരാണോ, നിങ്ങൾക്ക് പഠിക്കാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ കോഴ്സ് കഴിയുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഈസി ടു ലേൺ എന്ന് പറയുന്ന ആ പോയിന്റ് ആണ്. സോ ആ ലേൺ ചെയ്യാനുള്ള ഈസി ആയിട്ട് നിങ്ങൾക്കിത് ലേൺ ചെയ്യാം. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഇത് വഴിക്ക് പോയാൽ കറക്റ്റ് ആ ഫ്ലോയിൽ ഞാനിതൊരു സിലബസ് പോലെ കറക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എഴുതിയൊക്കെ പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് ആക്കി വെച്ച് സിലബസ് ഫുൾ എഴുതി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്നത്, അവർ ഓർഡറിൽ ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. സോ അതിനനുസരിച്ച് നമുക്കത് മുന്നോട്ട് പോയി നോക്കാം. എന്നിട്ട് എന്താണെന്നുള്ളത് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് പറയും എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തി ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഇത്രേ പറയാനുള്ളൂ. പിന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതാക്കാം. നാളെ തന്നെ മാക്സിമം നാളെ നോക്കട്ടെ, നാളെയോ അല്ലെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും വീഡിയോസ് ഈ ഫോളോ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ആയിട്ട് ഇടും. പിന്നെ ഒരു എൻഡ് സ്ക്രീനിൽ ഞാൻ എന്താക്കുക ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഞാൻ കൊടുത്തോളാം. അതായത് ഓരോ വീഡിയോൻ്റെയും കണ്ടിന്യൂറ്റി അതിൻ്റെ എൻഡ് സ്ക്രീനിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, വേറെ എവിടെയും പോകുന്നു വേണ്ട. അതിനനുസരിച്ച് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് കണ്ട് ഇങ്ങനെ സെഷനായിട്ട് പോയത് ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് PHP ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള. സോ അത് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് മാക്സിമം ഒന്ന് കണ്ടു തീർക്കുക. സോ അതേപോലെ രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, വിവരം കൂടിയും വേണം. സോ അതുകൊണ്ട് കാണാപ്പാടം പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടും ആരും ഇങ്ങോട്ട് വരണ്ട. ചെയ്ത് പഠിച്ച് നല്ല പാഷനേറ്റഡ് ആയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വരിക. ഓക്കെ, അപ്പോൾ ശരി, ബാക്കിയുള്ള നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ PHP എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും സിൻടാക്സും കാര്യങ്ങളും ഇൻസ്റ്റലേഷൻ ഉണ്ട് അതിൻ്റെ മുന്നേ ഇൻസ്റ്റലേഷൻ ഒരു നിങ്ങളുടെ കയ്യിൽ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ശരി, എന്നാൽ ബൈ.